നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടാതെ നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളും നിങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ പരാമർശിക്കുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ പറയാനായിട്ട് ഞാൻ ഇവിടെ 2 ചെടികളാണ് എടുത്തിരിക്കുന്നത്. ജ്യോതിശാസ്ത്രപരമായിട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന 2 ചെടികൾ. ഒന്നാമത്തേത് അരയാലും രണ്ടാമത്തേത് കൂവളവുമാണ്. നമുക്കറിയാം, വളരെയധികം ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന 2 ചെടികളാണിത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്: മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ലത് മാത്രം നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചെടി നിങ്ങൾ തിരഞ്ഞെടുക്കുക. പൂർണ്ണ വിശ്വാസത്തോടുകൂടി, ഈശ്വര പ്രാർത്ഥനയോടുകൂടി വേണം നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാനായിട്ട്. നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം അത് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും മാത്രമേ ഇവിടെ ഞാൻ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് വരികയുള്ളൂ. അപ്പൊ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇതിൽ നിന്നും ഒരു ചെടി തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള അരയാല് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം, ജീവിതത്തില് വളരെയധികം വേണ്ടപ്പെട്ട വ്യക്തികളുടെ വെറുപ്പ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. അതായത് പല തുറന്നു പറച്ചിലുകളും അല്ലെങ്കിൽ പ്രതികരണ ശേഷി കൂടിപ്പോയതിന്റെ ഒരു പ്രത്യാഘാതം നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്തും എവിടെയും തുറന്നു പറയുവാനുള്ള ഒരു സ്വഭാവം, അല്ലെങ്കിൽ അങ്ങനെ തുറന്നു പറയുന്നതായിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായിട്ട് പല അവസരങ്ങളിലും ബാധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഇത്തരം തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ ആരോടും ഒരു മടി കൂടാതെയും എന്തും പറയുവാനുള്ള പ്രവണത നിങ്ങൾക്ക് വളരെയധികം ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഇനി വരുന്ന നാളുകളിലെ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില പ്രത്യേക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വ്യക്തികളുമായിട്ടും നിങ്ങൾക്കിനി ബന്ധപ്പെടേണ്ടി വന്നേക്കാം. അതായത് നല്ല ബന്ധങ്ങൾ പുതിയ പുതിയ വ്യക്തികളുമായിട്ട് സ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ ഉയർച്ച, അതായത് ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തില്, അതായത് മുൻപുള്ള പല നാളുകളിലും പല അവസരങ്ങളിലും പല കാര്യങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി വന്നു ചേരുന്നതായിട്ടുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ തന്നെ, അതായത് ധനപരമായിട്ടാണെങ്കിലും അങ്ങനെയല്ലാതെയെങ്കിലും വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതും ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും പല വ്യക്തികളുടെയും അഭാവം പലപ്പോഴും നിങ്ങളെ വളരെയധികം സങ്കടത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. എങ്കിൽ കൂടിയും അതെല്ലാം മാറിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം പുതിയ ഒരു രീതിയിലേക്ക് മാറുന്നതാണ്. തീർച്ചയായും സങ്കടങ്ങൾ ധാരാളം അനുഭവിച്ചത് കൊണ്ട് തന്നെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ പുതിയ പല തിരിച്ചറിവുകളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് അത് സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽപരമായിട്ടാണെങ്കിലും അങ്ങനെ അല്ലാതെയാണെങ്കിലും, അതായത് വ്യക്തിപരമായിട്ടാണെങ്കിലും ജീവിതത്തിലാണെങ്കിൽ കൂടിയും അനുകൂലമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ ഉടൻ തന്നെ സംഭവിക്കും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ചില വ്യക്തികളുമായുള്ള ചങ്ങാത്തം കൂടൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാകും എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക.
നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ്. ആയതിനാൽ തന്നെ നിത്യവും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതും അനിവാര്യം തന്നെയാണ്. കാര്യങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള അരയാല് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള കൂവളം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയുന്നത്. ജീവിതത്തില് വളരെയധികം കാര്യങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിൽ കൂടുതലും നിങ്ങൾക്ക് വിഷമം നൽകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പല രീതിയിലുള്ള സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എങ്കിൽ കൂടിയും ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായിട്ടുള്ള പല വാർത്തകളും വന്നു ചേരുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നിങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിങ്ങളിപ്പോൾ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. അത് സന്താനവുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാകാം, ഇനി അതുമല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടതാകാം. എന്നിരുന്നാലും ഏതോ ഒരു തരത്തിലുള്ള വലിയ വിഷമം നിങ്ങളെ അലട്ടുന്നുണ്ട്. എന്നാൽ അതൊക്കെയും മാറാനുള്ള സമയമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു തൊടുകുറി നിമിത്തം നിങ്ങളോട് പറയുന്നത്. മക്കളുമായിട്ട് ബന്ധപ്പെട്ടതായാലും, അതുപോലെ തന്നെ പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതായാലും, മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടതായാലും ചില സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ മംഗളകരമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തന്മൂലം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സമാധാനം എന്താണെന്ന് നിങ്ങൾ അറിയുന്നതായിട്ടുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. പലപ്പോഴും തൊഴിൽപരമായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ രംഗങ്ങളിൽ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരല്പം മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആയതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് മൂലം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് തീരുമാനമെടുക്കുന്നത് മൂലം നിങ്ങൾക്കത് അനുകൂലമായിട്ട് തീരുകയും കൂടാതെ നിങ്ങൾക്ക് വളരെയധികം ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാൻ അത് സഹായകരമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പലവട്ടം ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ധനപരമായിട്ടുള്ള ചില ഇടപാടുകളിൽ അല്പം ശ്രദ്ധിക്കുന്നത് മൂലം ചില നഷ്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അതിനാൽ തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പ്രത്യേകം ഓർക്കുക, ശ്രദ്ധിച്ചില്ല എങ്കിൽ ധനപരമായിട്ടുള്ള ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധ ചെലുത്തുക എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. ജീവിതത്തെ കുട്ടിക്കളിയായി കാണാതെ ഗൗരവത്തോടെ കാണുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. സാക്ഷാൽ പരമേശ്വരന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കൂവളം നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ആയതിനാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ്. മഹാദേവന്റെ കടാക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എത്ര തന്നെ ബുദ്ധിമുട്ടിലാണ് എങ്കിൽ കൂടിയും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുന്നതിന് ഈശ്വരന്റെ കടാക്ഷം അല്ലെങ്കിൽ മഹാദേവന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്നത് മൂലം അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരുവാൻ സാധ്യത വർദ്ധിക്കുന്നു. നിത്യവും പരമേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം, അതായത് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഏവരും നിത്യവും പരമശിവനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ മംഗളമായിട്ട് അനുകൂലമായിട്ട് തീരുന്നതായിരിക്കും. ഇപ്പൊ നേരിടുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മഹാദേവരിൽ അർപ്പിക്കുക. അത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള കൂവളം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.